കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ മിസുവിനെ കാണിച്ചുകൊണ്ടാണ്. മിസു എവിടേക്കോ കാര്യമായി പോകാനായി നല്ല ഒരുക്കത്തിലാണ്. ആ സമയം അവിടേക്ക് അവന്റെ കൂട്ടുകാരെത്തുകയും കല്യാണ പെണ്ണ് റെഡിയാണെന്ന് അവനെ അറിയിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന മിസു എന്തോ ഒന്ന് ആലോചിച്ച് നിൽപ്പുണ്ട്. ആരാണിവൻ, ആരാണ് അവർ പറഞ്ഞ കല്യാണ പെണ്ണ് എന്നതൊക്കെ അറിയാനായി നമുക്കൊരു 10 വർഷങ്ങൾ പിറകിലേക്ക് പോവാം. മിസു എന്നൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവന് എന്തിനും ഏതിനും കൂടെ നിൽക്കാനായി 2 ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ രസകരമായി മിസുവിന്റെ സ്കൂൾ ജീവിതം മുന്നോട്ട് പോകുന്നു. അപ്പൊ തന്നെ ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ തന്നെ അവനെ കാണുന്ന ക്ലാസ് ടീച്ചർ മര്യാദയ്ക്ക് വെട്ടി ഒതുക്കാതെ മുടിയൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് ക്ലാസ്സിൽ വരുന്നതിന്റെ പേരിൽ അവനെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യമല്ലല്ലോ. ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴാട്ടെ സാറ് പഠിപ്പിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചുമ്മാ ഓരോ കോമഡി അടിച്ച് ടൈം പാസ് ചെയ്തിരിക്കുകയാണ്. അതും കൂടി ആവുമ്പോ പറയണോ, സാർ അവന് പണിഷ്മെന്റ് കൊടുക്കുന്നു. ആദ്യം ക്ലാസിന്റെ ഏറ്റവും പിറകുവശത്തായി ഭിത്തിയെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് നൽകുന്നതെങ്കിലും അത് വേണ്ട, അതവന് സൗകര്യമാവുമല്ലോ എന്ന് തോന്നുന്ന സാറ് അവിടെയുള്ള ടോപ്പ് സ്റ്റുഡന്റ് ആയ മന്നയുടെ മുന്നിലത്തെ സീറ്റിൽ കൊണ്ടുവന്നിരുത്തുന്നു. മന്നയോടും മിസുവിനെ പഠിത്തത്തിലൊക്കെ ഒന്ന് സഹായിക്കണമെന്ന് സാർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു പീരീഡില് മനയാകട്ടെ കൊണ്ടുവരേണ്ട ടെക്സ്റ്റ് കൊണ്ടുവന്നില്ല. അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. മിസ്സാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ വരുന്നവരെ പണിഷ് ചെയ്യും എന്നത് ഉറപ്പാണ്. അവൾ അങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുമ്പോ മിസു അവന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് അവനാണ് ബുക്ക് കൊണ്ടുവരാത്തത് എന്ന രീതിയിൽ അന്ന് പണിഷ്മെന്റ് ഏറ്റുവാങ്ങുന്നു. തന്റെ കയ്യിൽ ബുക്ക് ഉണ്ടായിട്ടും വലിയ കാര്യമില്ലാന്ന് തോന്നുന്ന അവൾക്കത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ചെയ്തതാണ്. അങ്ങനെ അവനിപ്പോ പണിഷ്മെന്റ് കിട്ടി. അവൻ വീണ്ടും ഏറ്റവും ബാക്കിൽ പോയിരിക്കുന്നു. അന്ന് ലഞ്ച് ബ്രേക്കില് മിസു ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്തതിന് മന അവന്റെ അടുത്ത് ചെന്ന് നന്ദി പറയുന്നു. നിനക്ക് പഠിച്ചൂടെ, എന്തിനിങ്ങനെ ഉഴപ്പി നടക്കുന്നതെന്ന് ഒരു സ്നേഹ സംഭാഷണം അവൾ അവിടെ തുടങ്ങുന്ന സമയം ഓ പഠിത്തവോ, എനിക്കത് ഭയങ്കര ബോറിംഗ് ആണെന്നും പറഞ്ഞ് പഠിത്തത്തെ പറ്റി തനിക്കൊന്നും കേൾക്കണ്ട എന്ന ആറ്റിറ്റ്യൂഡിൽ അവൻ ഇരിക്കുമ്പോൾ അവൾ പിന്നൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം മിസു പതിവിലും നേരത്തെ സ്കൂളിലേക്ക് പുറപ്പെടുന്നുണ്ട്. അവൻ പഠിക്കാൻ തീരുമാനിച്ചു, നന്നായി എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അവന്റെ സുഹൃത്തായ കെൻഡോയുടെ കൂടെ മാർഷൽ ആർട്സിന്റെ പ്രാക്ടീസ് ഉണ്ട്. അതിനുവേണ്ടിയാണ് ഈ നേരത്തെ പോകുന്നത്. അങ്ങനെ ഇപ്പോ ആ പ്രാക്ടീസിനൊക്കെ ശേഷം അവൻ ക്ലാസ്സിലേക്ക് എത്തുമ്പോ മന മാത്രമേ ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അങ്ങനെ അന്ന് അവർ അവിടെ ഇരുന്ന് കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. പതിയെ അവനെ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ മന ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മിസു ആദ്യം അതിലൊന്നും തയ്യാറാവുന്നില്ലെങ്കിലും അവൾ ഇരുന്ന് ഇങ്ങനെ നിർബന്ധിച്ച് ഒടുക്കം അവനെ കൊണ്ട് ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിക്കാനും അവൾ പ്രത്യേകമായി ഹോംവർക്ക് വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാനായി സെറ്റ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവനാകട്ടെ വീട്ടിൽ പോയി അതൊക്കെ ട്രൈ ചെയ്യുന്നു. ക്ലാസ്സിലിരിക്കുമ്പോൾ അനാവശ്യ കോമഡികൾ പറഞ്ഞ് ഒരു പൊട്ടിച്ചിരി ഉണ്ടാക്കാറുള്ള അവന്റെ സ്വഭാവം ഒക്കെ അങ്ങ് ഒഴിവാക്കുന്നു. ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങുന്നില്ല. പതിയെ അവനും പഠനത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ രാവിലെ സ്കൂളിലേക്ക് എത്തുകയും മാർഷൽ ആർട്സ് പ്രാക്ടീസിന് ശേഷം ക്ലാസ്സിലെത്തുമ്പോൾ മനയോട് ഇരുന്ന് സംസാരിക്കുകയും പഠന കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും അവൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വലിയ പഠിപ്പിയായി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും മുന്നത്തേക്കാൾ പഠിത്തത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് സാർ ഇടുന്ന എക്സാമിന് അവൻ സാധാരണ വാങ്ങുന്ന വട്ടപൂജ്യത്തെക്കാൾ മികച്ച ഒരു മാർക്ക് തന്നെ നേടുന്നു. സാറും മറ്റു കുട്ടികളുമെല്ലാം മിസുവിന്റെ ഈ മാറ്റത്തില് മനയ്ക്കുള്ള പങ്കിനെ പറ്റി അഭിനന്ദിക്കുന്നു. അവൾക്കും അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. കാരണം ക്ലാസ്സിലെ ഏറ്റവും ഉഴപ്പം പയ്യനെയാണ് അവൾ ബെറ്റർ ആക്കി എടുക്കാനായി നോക്കുന്നത്. ഇതൊക്കെ കാണുന്ന അവളുടെ ഫ്രണ്ട്സ് എന്താ അവനോട് വല്ല പ്രേമമാണോ, ക്ലാസ്സിലെ പഠിപ്പിപ്പെണ്ണ് ഉഴപ്പം പയ്യനെ പ്രണയിക്കാണോ എന്നെല്ലാം അവളെ കളിയാക്കുമ്പോൾ അല്ലല്ല, ഞാൻ ചുമ്മാ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സിമ്പതി എന്ന രീതിയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ എന്ന് അവളും പറയുന്നു. അങ്ങനെ ഇരിക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ രാവിലെയും ക്ലാസ് കഴിഞ്ഞ് വീണ്ടും എക്സ്ട്രാ ഹവറും ഒക്കെ ക്ലാസ്സിലിരുന്ന് പഠിക്കല് മന പതിവാക്കുമ്പോൾ മിസ്സും കൂടെ കൂടുന്നുണ്ട്. അവൻ പഠിക്കുക എന്ന രീതിയിൽ അവിടെ ഇരിക്കുകയാണെങ്കിലും സത്യം പറഞ്ഞ അവൾ പഠിക്കുമ്പോൾ അവൻ കൂട്ടിരിക്കുന്നു എന്നതാണ് കൂടുതലായി അവൻ അവിടെ ചെയ്യുന്നത്. എന്നിരുന്നാലും മുന്നത്തേക്കാൾ പഠനത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൂടിയിട്ടുള്ള അവൻ ഇനി വരാൻ പോകുന്ന എക്സാമിൽ അവളെക്കാൾ മാർക്ക് അങ്ങ് എടുക്കുമെന്ന് അവളെ ചലഞ്ച് ചെയ്യാണ്. അത് കേൾക്കുന്ന അവൾക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാവുന്നുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ല, ഇനി വരാൻ പോകുന്ന എക്സാമിന് നമ്മളിൽ ആരാണോ കൂടുതൽ മാർക്ക് എടുക്കുന്നത് അവര് പറയുന്നത് കുറവ് മാർക്ക് എടുത്ത ആള് കേൾക്കണം. അങ്ങനെ ഒരു ചലഞ്ച് വെച്ചാലോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ അവനും സമ്മതമായിരുന്നു. അങ്ങനെ രണ്ടുപേരും പിന്നീട് അങ്ങോട്ടൊരു പഠന മത്സരമാണ് നടത്തുന്നത്. മന ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുമ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യാനായൊക്കെ മിസ്സു അതിന്റെ ഇടയിൽ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ എക്സാം കഴിഞ്ഞ് മാർക്ക് വരുമ്പോ മനയ്ക്ക് ടോപ്പ് മാർക്ക് ഉണ്ട്. പക്ഷെ മിസ്സുവിന് ടോപ്പ് 10 പോലും വരാനായി സാധിച്ചിട്ടില്ല. അത് സാരയില്ല, എല്ലാവർക്കും ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ മാജിക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കൂടാതെ ഒരു ചൊല്ലുമില്ലേ, റോം വാസന്റ് ബിൽഡ് ഇൻ എ ഡേ എന്ന്. അതായത് വലിയ കാര്യങ്ങള് ഒറ്റ രാത്രി കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല. അത് പരിശ്രമത്തിലൂടെ ദിവസങ്ങൾ എടുക്കും. എന്തായാലും ഇപ്പോ ജയിച്ചിരിക്കുന്ന അവനോട് ആവശ്യപ്പെടുന്നത് അവന്റെ ഈ മുടിയൊക്കെ വെട്ടി ഒതുക്കണം എന്നത്. ഒരു ചലഞ്ച് വെച്ച് അതിൽ തോറ്റത് കൊണ്ട് തന്നെ അവന് മുടി വെട്ടാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെ മുടി നല്ലവണ്ണം പറ്റ വെട്ടിയാണ് അവൻ വരുന്നത്. അവനെ കാണുമ്പോ പുലി പോലെ നടന്നവൻ ഇപ്പൊ എലി പോലെ ആയെന്നും പറഞ്ഞ് കൂട്ടുകാരൊക്കെ കളിയാക്കുന്നുണ്ട് ആ ഹെയർ സ്റ്റൈൽ കണ്ട്. അവന് ആ ഹെയർ സ്റ്റൈൽ കാണാൻ വളരെ ഇന്നസെന്റ് ആയിട്ടുണ്ടെന്ന് മനയ്ക്ക് പോലും തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ സ്കൂളിൽ കൂട്ടുകാരുടെ അടുത്തിരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനയും അവളുടെ ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് മാറ്റി അന്ന് സ്കൂളിൽ വന്നിരിക്കുന്ന കാര്യം മിസ്സു ശ്രദ്ധിക്കുന്നത്. എന്തോ അവളെ ഇപ്പൊ കാണുമ്പോ അവന് കണ്ണെടുക്കാനായി തോന്നുന്നില്ല. വല്ലാത്തൊരു ആകർഷണം അവളോട് ഫീൽ
മനസ്സിലാവുന്നു. താൻ അവളെ പ്രണയിച്ചു തുടങ്ങുകയാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവർ ക്ലാസ്സിലുള്ളപ്പോഴാട്ടെ ക്ലാസ് ടീച്ചറിന്റെ ഒപ്പം സെക്യൂരിറ്റി ഗാർഡും വരുന്നുണ്ട്. സ്കൂളിൽ മോഷണം നടന്നുവെന്നും ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഏതാണ്ട് 7 മണി സമയത്തും കണ്ടാണ് ആ മോഷണം നടന്നതെന്നും ആ സമയത്ത് സ്കൂളിൽ പതിവായി മാർഷൽ ആർട്സ് പ്രാക്ടീസിനെന്നും പറഞ്ഞ് മിസ് വരാറുണ്ടല്ലോ, അപ്പോൾ അവനെയൊക്കെ ഒന്ന് പരിശോധിക്കണമെന്നും ക്ലാസ് ടീച്ചറും സെക്യൂരിറ്റി ഗാർഡും പറയുമ്പോൾ അന്നത്തെ ദിവസം തങ്ങൾ ആരും അങ്ങനെ രാവിലെ വന്നിട്ടില്ല എന്നത് അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മിസ്സു മനയൊക്കെ അവർ വന്നിട്ടില്ല എന്നത് ഉറപ്പിച്ച് പറയുമ്പോഴും ക്ലാസ് ടീച്ചർക്ക് പോലും വലിയ വിശ്വാസമില്ലാത്ത രീതിയിലാണ് പ്രതികരണം. ഉടനെ മിസ്സുവിന് ദേഷ്യം വരുന്നു. സ്വന്തം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആയിട്ട് പോലും മിസ് ഇങ്ങനെ ഞങ്ങളെ വിശ്വസിക്കാതെ കുറ്റപ്പെടുത്തുന്നല്ലോ എന്ന കാര്യത്തിൽ അവൻ മിസ്സിനോട് അതിനെപ്പറ്റിയുള്ള പ്രതിഷേധം അറിയിക്കുമ്പോൾ മറ്റു കുട്ടികളും കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് അവരുടെ ബാഗ് സെക്യൂരിറ്റിക്കും ടീച്ചർക്കും നേരെ എറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ മോഷണം നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു പ്രതിഷേധത്തിന്റെ പേരിലും ഈ നേരത്തെ ക്ലാസ്സിൽ വരുന്നു എന്ന കാര്യം പറഞ്ഞും അവരെ പണിഷ് ചെയ്യാണ്. സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയ ശേഷം ഇന്ന് വരെ ഒരു പണിഷ്മെന്റും കിട്ടാത്ത മനയ്ക്ക് പോലും ആ പണിഷ്മെന്റ് കിട്ടുന്നു. അവളും നേരത്തെ വരുന്നുണ്ടല്ലോ ക്ലാസ്സിൽ. അങ്ങനെ അതിന്റെ പേരിൽ ഈ മാന്ത്രിക കസാരയിൽ ഇരിക്കുന്ന കണക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവൾക്ക് ഈ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടുന്നത്. അവൾ അതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്നും മിസുവിനുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ, ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ അവൻ ഇത് കണ്ട് ചിരിയും വരുന്നുണ്ട്. നീ പഠിപ്പിയായതുകൊണ്ട് നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കണക്കിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ലൈഫിൽ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എപ്പോഴും അത്ര ഈസി ആവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഇതുപോലെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ കരഞ്ഞു തളർന്നു നിൽക്കാതെ ബോൾഡായി അതിനെ ഫേസ് ചെയ്യല്ലേ വേണ്ടതെല്ലാം അവൻ സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. എന്തായാലും ഇവരാരും അല്ല മോഷണം നടത്തിയത് എന്ന് മനസ്സിലാവുന്നു. കാരണം സ്ഥാപിക്കാനായി മറ്റു തെളിവുകളൊന്നും ഇവരുടെ പക്കൽ നിന്ന് ലഭിക്കുന്നുമില്ല. കൂടാതെ യഥാർത്ഥത്തിൽ മോഷണം നടത്തിയ കള്ളനെ ഒട്ട് കണ്ടു കിട്ടിയതുമില്ല. അങ്ങനെ ഇവരുടെ സ്കൂളിൽ പഠനമൊക്കെ തീരാറായിരിക്കുന്നു. ഗ്രാജുവേഷൻ സെറമണിയും വളരെ മനോഹരമായി കടന്നു പോകുന്നു. ആ സമയം കൂട്ടുകാരി മനയോട് അവൾക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ എന്ന് തിരക്കുമ്പോ അവൾ എന്തോ ഒന്ന് രഹസ്യമായി കൂട്ടുകാരിയുടെ ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ പഠനം കഴിയുമ്പോ അടുത്തതായി കോളേജിൽ പോകണ്ടേ, അപ്പൊ അതിനായിട്ടുള്ള എൻട്രൻസ് എക്സാമും അതിന്റെ പ്രിപ്പറേഷനും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ അതും കൂടി കഴിയുമ്പോ ഈ വെക്കേഷനൊക്കെ ഒന്ന് ആഘോഷിക്കാനായി അവരെല്ലാ കൂട്ടുകാരും ഒത്തുകൂടുന്നു. ഒരുപാട് നേരം തമാശകൾ പറഞ്ഞും പരസ്പരം കളിയാക്കിയും സമയം ചെലവഴിക്കുന്നവർ അവരുടെ ഭാവി പ്രതീക്ഷകളെ പറ്റിയും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വരാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഒരു ദിവസം രാത്രി മിസുവിന് മനയുടെ ഫോൺ കോൾ വരുന്നു. വിളിച്ചവൾ ഒന്നും പറയാതെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തോ പന്തികേട് തോന്നുന്ന അവൻ അവളുടെ അടുത്തേക്ക് വേഗം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ താൻ വിചാരിച്ച കോളേജിലെ വിചാരിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല, എൻട്രൻസ് എക്സാമിന് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരേ കരച്ചില്. അവൻ അവളെ പറ്റുന്ന പോലൊക്കെ ആശ്വസിപ്പിക്കുകയും അവളുടെ കണ്ണീരൊപ്പാനായിട്ട് അവൻ ഇട്ടിരുന്ന ഡ്രസ്സ് വരെ ഒരു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടെ ആ ഒരു ലൈഫിന്റെ ടേണിംഗ് പോയിന്റിലേക്ക് കടക്കാണ്. കെൻഡോയ്ക്ക് വിദേശത്ത് പോയി അവിടുത്തെ ബാസ്കറ്റ്ബോൾ ടീമിൽ അംഗമാകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവൻ അതിന് സാധിച്ചില്ല. പക്ഷെ ഇപ്പോ ജപ്പാനിൽ തന്നെ അവന് മികച്ച ഒരു ടീമിൽ ഒരു അവസരം ലഭിക്കുന്നു. മനയുടെ ബെസ്റ്റ് ഫ്രണ്ട് യൂട്ടോ അവൾ ആഗ്രഹിച്ച കണക്ക് തന്നെ ആർട്ട് സ്കൂളിൽ അഡ്മിഷൻ നേടുന്നു. മിസുവിന്റെ ഫ്രണ്ട്സും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നു. മനയാകട്ടെ അവൾക്ക് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കണം എന്നതായിരുന്നു ആഗ്രഹമെങ്കിലും അതിന് അവൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. എങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെഡിസിനുള്ള അഡ്മിഷൻ അവൾ നേടുന്നു. അങ്ങനെ അവൾ പഠനത്തിന് വേണ്ടി യാത്ര തിരിക്കുന്ന ആ ദിവസം അവളെ യാത്രയാക്കാനായി മിസു എത്തുന്നുണ്ട്. ഒരു ഗിഫ്റ്റും അവൻ അവൾക്ക് നൽകുന്നു. യു ആർ ദ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന ടീഷർട്ട്, അതിൽ ലവ് ചിഹ്നമൊക്കെ അവൻ ആപ്പിളിന്റെ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴെങ്കിലും അല്ലെങ്കിൽ അത് എഴുതിയിരിക്കുന്ന വായിക്കുമ്പോഴെങ്കിലും താൻ അവളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നത് അവൾ മനസ്സിലാക്കുമെന്ന് അവൻ കരുതിയെങ്കിലും അവൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് പഠനത്തിനായി യാത്രയാവുന്നു. നാട്ടിൽ തന്നെ ലിറ്ററേച്ചർ പഠിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് മിസുവിന് ലഭിക്കുന്നത്. അവനാണെങ്കിൽ അതൊട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ പഠനത്തിന്റെ ലോകത്ത് നിന്ന് തെന്നിമാറുന്നവൻ ചുമ്മാ ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ടൈം പാസ് ചെയ്ത് നടക്കാണ്. മന പഠിക്കാൻ പോയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അവളുടെ ഫ്രണ്ട് യൂട്ടോയും ഉള്ളത്. അവർ ഒരേ റൂമിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ മനയും മിസുവും വിശേഷങ്ങൾ കൈമാറാറുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. പഠനത്തിന് പോയ ശേഷം ലഭിക്കുന്ന ആദ്യ വെക്കേഷന് നാട്ടിലേക്ക് എത്തുന്ന മനയെ റിസീവ് ചെയ്യാനായി മിസു റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് എത്തി അവളുമായി അവൻ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും കറങ്ങി നടക്കുകയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവളാകട്ടെ അവൻ ഗിഫ്റ്റ് ചെയ്ത ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയം അവൻ എന്താണ് തന്നെ പറ്റിയുള്ള അഭിപ്രായം എന്ന് അവൾ തിരക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം എന്താ, നീ നല്ലൊരു കുട്ടിയാണ്,
ഇഷ്ടപ്പെടുകയാണെന്ന് അവൻ പറയുമ്പോൾ എന്നിൽ എന്താണ് നിനക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അവൾ ചോദിക്കുന്നു. എല്ലാം ഇഷ്ടമാണെന്ന്. അവളുടെ സ്വഭാവത്തിൽ അങ്ങനെ തനിക്ക് കുറ്റം പറയാനോ ഇഷ്ടക്കേട് തോന്നാനോ ഒന്നും തന്നെ ഇല്ല എന്ന് അവൻ എടുത്തു പറയുമ്പോൾ അവളാകട്ടെ അങ്ങനെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത്. അവന് തന്നോടുള്ള ഒരു താല്പര്യം അവൻ തുറന്നു പറയും എന്ന് അവൾ കരുതിയെങ്കിലും അവനത് പറയാത്തത് കൊണ്ട് ഇനി അവന് തന്നെ ഇഷ്ടമല്ലയോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അവൾ ആ ഒരു റിപ്ലൈ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നത് കാണുന്ന അവന് ഞാൻ ഇവളെ എല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവളെന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഇവൾക്ക് ഞാൻ ആ പറഞ്ഞ മറുപടി ഇഷ്ടപ്പെട്ടില്ലയോ, ഇവൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കോ അങ്ങനെ തോന്നിയത് എന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ തിരിച്ച് അവളോട് നിനക്ക് എന്നോടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അവനോട് ഇഷ്ടമാണ് എന്നത് പറയണമെന്നുണ്ടെങ്കിലും അവൾക്കത് പറയാൻ ആ ചോദ്യം ചോദിച്ച് അവൻ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല. ഇൻ കേസ് അവൾ തന്നെ റിജക്ട് ചെയ്താലോ എന്ന് കരുതി അവൻ വേണ്ട വേണ്ട ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ഉത്തരം കേൾക്കേണ്ടാത്ത ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴെങ്കിലും അവനോട് തന്റെ മനസ്സിലുള്ള താല്പര്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അതിന് പറ്റാത്തതിന്റെ നല്ല നിരാശയുണ്ട്. അങ്ങനെ ആ വെക്കേഷന് അവർ പിരിയുന്നതിന് മുന്നേ രണ്ടുപേരും വിഷ് ലാൻഡേണും ഉയർത്തിവിടുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം സ്വന്തമാക്കാൻ സാധിക്കണം എന്ന ആ ഒരു ആഗ്രഹമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അവരത് പക്ഷെ തുറന്നു പറഞ്ഞതേയില്ല. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന മിസു കൂടുതലായി മാർഷൽ ആർട്സിൽ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവൻ അതിന്റെയൊക്കെ ഭാഗമായി ഒരു മാർഷൽ ആർട്സ് കോമ്പറ്റീഷൻ അവന്റെ കോളേജിന്റെ അവിടെ നടത്താനും തീരുമാനിക്കുന്നു. ആ ഒരു ഇവന്റിലേക്ക് അവൻ കാണാനായി മനയെ ക്ഷണിക്കുന്നുണ്ട്. അവൾ എത്തുന്ന സമയം തന്റെ മാർഷൽ ആർട്സ് സ്കില്ലൊക്കെ അവളുടെ മുന്നിൽ കാണിക്കണം, അവൾ അത് കണ്ട് ഇംപ്രസ് ആവണം എന്ന രീതിയിലാണ് അവൻ ചെയ്യുന്നത്. അവൾക്കാകട്ടെ ഇങ്ങനെ മാർഷൽ ആർട്സിനോടൊന്നും ഒട്ടും താല്പര്യമില്ലെങ്കിലും അവൻ ഇത്രയും കാര്യമായിട്ട് വിളിക്കുന്നതല്ലേ എന്ന് കരുതി പോകാനായി ഒരുങ്ങുന്നു. അങ്ങനെ അവൾ എത്തി ആ ഫൈറ്റിംഗ് ഇവന്റ് കാണുന്ന സമയത്ത് റിങ്ങിൽ കിടന്ന് ഇടികൊണ്ട് വേദന എടുത്ത് പെടയുന്ന മിസുവിനെയാണ് കാണുന്നത്. അവൾക്കത് കണ്ടു നിൽക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. അങ്ങനെ ആ ഒരു ഇവന്റിൽ തോക്കുന്നവൻ പുറത്തെത്തി അവളോട് സംസാരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇടിയുണ്ടാക്കാനായി നടക്കുന്നത്, വേറെ പണിയൊന്നും ഇല്ലെന്ന് മറ്റുള്ള അവൾ സംസാരിക്കുന്നു. അവളെ ഇംപ്രസ് ചെയ്യാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഇവന്റ് നടത്തിയിട്ട് അതിൽ അവൾക്ക് ഉള്ള ഇംപ്രഷനും കൂടി പോയല്ലോ എന്ന് അവന് സങ്കടാവുന്നുണ്ട്. അവളാകട്ടെ അവൻ ഭയങ്കര ചൈൽഡിഷ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഉത്തരവാദിത്തം ഇല്ലാതെ നടക്കാണ് എന്നിങ്ങനെ കുറെ പറയുമ്പോൾ അവന് സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. അതെ ഞാൻ ചൈൽഡിഷ് ആണ്, അതുകൊണ്ടല്ലേ നിന്നെ പോലെ ഒരു പഠിപ്പിയെ ഞാൻ പ്രേമിച്ചതെന്ന് പറഞ്ഞ് അവൾ പിന്നീട് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവൾ തിരിച്ചു വിളിച്ചിട്ട് പോലും മൈൻഡ് ആക്കാതെ അവൻ ആ പെരുമഴയെ തങ്ങ് നടന്നു പോവാണ്. അന്നാണ് അവർ അവസാനമായി കണ്ടത്. അന്ന് അവർക്കിടയിൽ നടന്ന ആ ഒരു വാക്കുതർക്കം വലിയൊരു അകൽച്ച അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും പിന്നീട് ഒരു 2 വർഷക്കാലത്തോളം കണ്ടിട്ടുമില്ല, കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ജപ്പാനില് ഭയങ്കരമായ ഒരു എർത്ത്ക്വേക്ക് നടക്കുന്നത്. സേഫായിട്ട് ഇടങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവർ സേഫ് ആണോ എന്ന് അറിയാനായി ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കോണ്ടാക്ട് ചെയ്യാനായി ശ്രമിച്ചിരുന്നു. ആളുകൾ മൊത്തത്തിൽ പരിഭ്രാന്തിയുടെ ഒരു നിമിഷത്തിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. മിസുവിന് മന സേഫ് ആണോ എന്നാണ് അറിയേണ്ടത്. അവൻ അതുകൊണ്ട് തന്നെ എല്ലാ ഈഗോയും മാറ്റിവെച്ച് അവളെ ഫോൺ ചെയ്യുമ്പോൾ ലൈനിൽ കിട്ടുന്നു. അവൾ സേഫ് ആണെന്ന് അറിയുമ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. അവൻ തന്നെ വിളിച്ച് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവൻ തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നതെന്ന് അവൾക്കും മനസ്സിലാവുന്നു. അങ്ങനെ സംസാരിക്കുന്നവർ പരസ്പരം മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് അവൻ തിരക്കുമ്പോൾ ഇല്ല എന്ന് അവൾ പറയുന്നു. അവനെ പോലെ തന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളെ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് താൻ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നതിന് കാരണമായി അവൾ പറയുമ്പോൾ എങ്കിൽ നമുക്ക് ഒന്നിച്ചുടയുന്നായിരുന്നു അവന്റെ ചോദ്യം. അങ്ങനെ എന്തായാലും ആ ഒരു ഫോൺ സംഭാഷണത്തിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേർക്കും ഉള്ളിൽ ഇഷ്ടമുണ്ട് പരസ്പരം. പക്ഷേ അവരുടെ സാഹചര്യം, അവരുടെ പ്രയോറിറ്റീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരെ കപ്പിൾ ആവാനായി അനുവദിക്കുന്നില്ല എന്നത്. അതായത് നമുക്ക് ഒരാളോട് വലിയ ഇഷ്ടമുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കപ്പിളായി ആളുടെ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ പലരും ചിലപ്പോൾ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. അതേ കണക്ക് സിറ്റുവേഷൻ ആണ് അവർക്കിടയിലുള്ളതെന്നും അവർക്ക് മനസ്സിലാവുന്നു. അന്ന് ആ ഫോൺ കോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വളരെയധികം കെയർ ചെയ്തതിനും ഇഷ്ടപ്പെട്ടതിനും മിസുവിനോട് മന നന്ദി പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഇനി അവർക്ക് പഴയ കണക്ക് ഒരു പ്രണയം പോസിബിൾ അല്ല എന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. മിസുവിന്റെ ലൈഫ് വളരെ ബോറിംഗ് ആയി, അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ എങ്ങും എത്താനില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അവളുമായുള്ള ആ ഒരു സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും അടിസ്ഥാനത്തിൽ കുത്തിക്കുറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവളുടെ വിവാഹ വാർത്ത അവൻ അറിയും. കല്യാണത്തിന് എത്തണമെന്ന് അവൾ ക്ഷണിച്ചത് പ്രകാരം അവൻ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മനയുടെ കല്യാണത്തിന് പോകാനായി ഒരുങ്ങി നിൽക്കുന്ന മിസുവിനെ കൂട്ടുകാര് വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. ഫ്രണ്ട്സ് എല്ലാവരും കുറെ നാളുകൾക്ക് ശേഷമാണ് മനയുടെ കല്യാണത്തിന് ഇവിടെ വെച്ച് ഇങ്ങനെ ഒത്തുകൂടുന്നത്. എല്ലാവരും അവരവരുടെ ലൈഫിനെ പറ്റിയും കരിയറിനെ പറ്റിയും പറയുമ്പോൾ എല്ലാവരും ഒരു മെച്ചപ്പെട്ട പൊസിഷനിൽ എത്തിയിട്ടുണ്ട്, അവർ ആഗ്രഹിച്ചു കണക്കായിട്ടുണ്ട്. പക്ഷെ താൻ മാത്രം എങ്ങും എത്തിയിട്ടില്ലല്ലോ എന്ന ഒരു തിരിച്ചറിവ് മിസുവിനെ സങ്കടപ്പെടുത്തുന്നില്ല. അതിലേറെ അവന്റെ മനസ്സിൽ ഉടക്കുന്നത് അവിടെ വിവാഹവേഷത്തില് വരന്റെ കൈ പിടിച്ചെത്തുന്ന മനയുടെ കാഴ്ചയാണ്. അവൾ ഹാപ്പിയാണ്, അവളുടെ സന്തോഷമാണ്
തന്റെയും സന്തോഷമെന്ന് അവൻ തിരിച്ചറിഞ്ഞ് അങ്ങനെ അവളുടെ വിവാഹത്തിൽ അവളുടെ നല്ലൊരു സുഹൃത്തായി അവൻ നിൽക്കുന്നു. തനിക്ക് ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ അംബീഷനും പാഷനും ഒന്നുമില്ല. അപ്പോൾ തന്റെ ലൈഫിലേക്ക് കുട്ടിക്കാലം മുതലേ വളരെ പഠിപ്പിയായിരുന്ന ലൈഫിൽ അംബീഷനും പാഷനും ഒക്കെയുള്ള മന കടന്നു വന്നാൽ അത് അവൾക്ക് തന്നെയായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടെന്നും അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പ്രണയത്തിലും അപ്പുറം ഒന്ന് ഉണ്ടല്ലോ, ഒരു മാരേജ് ലൈഫിൽ രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു ഒത്തുപോകാൻ സാധിക്കുന്ന, കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ജീവിതമല്ലേ മാരേജ് ലൈഫിനെ മനോഹരമാക്കുന്നത്. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും അത് തിരിച്ചറിയണമെന്നില്ല. എന്തായാലും അങ്ങനെ വിവാഹം ഭംഗിയായി നടക്കുന്നു. കൂട്ടുകാർ അങ്ങനെ വരന്റെയും വധുവിന്റെയും കൂടെ നിൽക്കുന്ന സമയം സ്നേഹചുംബനം നൽകുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷെ തന്റെ പെണ്ണിനെ അങ്ങനെ ചുംബിക്കാനായി ആ ഒരു കല്യാണം ചേർക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളൊക്കെ ആദ്യം എന്നെ കിസ് ചെയ്തിട്ട് എന്റെ വൈഫിനെ കിസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴേക്കും ഓടിച്ചാടി വരനെ മലർത്തി അടിച്ചൊരു കിസ് കൊടുക്കുകയാണ് നമ്മുടെ മിസു. അവന്റെ കിസ് നീണ്ടു നിൽക്കുന്നത് കണ്ട് എല്ലാരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഇത് എന്തോ ഇവൻ ഈ കാണിക്കുന്നതെന്ന് മട്ടില്. മനയ്ക്ക് അപ്പോഴേക്കും ഇവൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് അമ്പരപ്പിനപ്പുറം ഒരു ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോഴേക്കും അവൻ കിസ് കഴിഞ്ഞ് നിവരുമ്പോ അതേ കണക്ക് മറ്റു കൂട്ടുകാരും നമ്മുടെ കല്യാണ ചെറുക്കനെ കിസ് ചെയ്യാണ്. ഓരോരോ ആചാരങ്ങളെ താനീ കാണിച്ച കാര്യം കണ്ട് ചിരിച്ചു നിൽക്കുന്ന അവളോട് ഞാൻ ഇങ്ങനെയാ, ചൈൽഡിഷാ, ഇപ്പോഴും ചൈൽഡിഷാ, എപ്പോഴും അങ്ങനെ ആയിരിക്കും അവൻ പണ്ട് തന്നെ ചൈൽഡിഷ് എന്ന് അവൾ വിളിച്ച കാര്യം ഓർത്ത് പറയുമ്പോ അന്ന് അവൻ ചൈൽഡിഷ് ആണെന്നത് ഒരു കുറവ് പോലെ തോന്നി അവളിപ്പോ എന്നും അങ്ങനെ ആകട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് അവനെ ആശംസിക്കുന്നു. ആ സമയത്താണ് അവിടെ ടേബിളിൽ ഇരിക്കുന്ന അവൻ അവൾക്ക് നൽകാനായി കൊണ്ടുവന്ന ഒരു വെഡിങ് കാർഡ് നമ്മൾ കാണുന്നത്. ഹാപ്പി മാരീഡ് ലൈഫ്, യു ആർ ദ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് അവൻ അതിലും എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴും അവൾ വളരെ വളരെ സ്പെഷ്യൽ ആണ്. അങ്ങനെ ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും മിസുവിനും മനയ്ക്കും ഉണ്ടായിരുന്നത് വളരെ മനോഹരമായ ഒരു പ്രണയം തന്നെയായിരുന്നു. അവരുടെ ആ സൗഹൃദത്തിന്റെ ഇടയിൽ പരസ്പരം തുറന്നു പറയാതെ അവർ കൊണ്ടു നടന്ന ആ ഒരു പ്രണയത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ ഇപ്പോൾ ഒരു നോവലായി മിസു എഴുതാനായി തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ പ്രണയത്തിലൂടെ അവന്റെ ലൈഫ് ഇനി ഏത് ദിശയിലേക്കാണ് പോകുന്നത്, അവൻ ഏത് ഫീൽഡാണ് ഇഷ്ടപ്പെടുന്നത് എന്നും അവന് തിരിച്ചറിയാനായി സാധിച്ചിരിക്കുന്നു. അങ്ങനെ എഴുതിയ കഥകളിലൂടെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായി മിസു മാറുകയാണ്. അതോടുകൂടി ഈ ഒരു കഥയും ഇവിടെ അവസാനിക്കുന്നു. ലൈഫിൽ നമ്മൾ ഓരോന്നായി തീരാനായി ചിലപ്പോൾ ഓരോ കാരണങ്ങൾ ഉണ്ടാവാറില്ലേ. മിസുവിന്റെ ലൈഫ് അവൻ എന്താവണം എന്ന് അറിയാതെ നിന്ന ആ ഒരു പോയിന്റിൽ അവന്റെ ലൈഫിലേക്ക് കടന്നു വന്ന മനയാണ് അവന്റെ ജീവിതത്തിന് ആ ഒരു പർപ്പസ് കാട്ടിക്കൊടുത്തത്. അങ്ങനെ ഇവരുടെ പ്രണയകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും ഒന്നിക്കുന്ന പ്രണയകഥകൾ മാത്രമല്ല രസകരം, ചിലപ്പോൾ ഇതുപോലെ ഒന്നിക്കാതെ പോകുന്നവയും മനോഹരമായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.